കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കിയതിന് പിന്നിൽ ചില കളികളുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് നേതാവ് കെ മുരളീധരൻ. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള CPMന്റെ പ്രതികളാണ് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തതിന് പിന്നിൽ കളിച്ചതെന്ന് പറയുന്ന മുരളീധരൻ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബിഹൈൻഡ് ദി കർട്ടൻ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ആരാണെന്ന് കണ്ടുപിടിക്കുമെന്നും മുരളി പറയുന്നുണ്ട്. ആര്യയ്ക്ക് പിന്നിൽ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും മുരളി ആരോപിക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ കള്ളക്കളി അവസാനിപ്പിച്ച് വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള അനുവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. വൈഷ്ണയ്ക്ക് വേണ്ടി മുരളി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം. വിശ്വസിക്കുന്നതിന്റെ ബിഹൈൻഡ് ദ കർട്ടൻ ആരോ ഉണ്ട്. അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തികൾ അതിന്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. അവരെ പ്രേരിപ്പിച്ച ആരാണ്? രണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറയിൽ ഉണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം, ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 13-ാം തീയതി രാത്രി മേയർ അവിടെ വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. എന്തിന് പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ സുരേഷ് നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ നടപടി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണെന്ന് വിമർശിച്ച കോടതി യുവ സ്ഥാനാർത്ഥിയോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നും ചോദിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് ഹിയറിംഗ് നടത്തി. ഹിയറിംഗിൽ വൈഷ്ണ സുരേഷ്, പരാതിക്കാരനായ CPM പ്രവർത്തകൻ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. താൻ മുട്ടട വാർഡിലെ താമസക്കാരിയാണെന്നും ഔദ്യോഗിക രേഖകളിലുള്ള വിലാസത്തിലാണ് വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയതെന്നും വൈഷ്ണ കമ്മീഷനെ അറിയിച്ചു. 7 വർഷമായി താമസിക്കാത്ത വിലാസത്തിലാണ് വൈഷ്ണ വോട്ട് ചെയ്തതെന്ന പരാതിയിൽ CPM പ്രവർത്തകൻ ധനേഷ് ഉറച്ചുനിന്നു. വോട്ട് വെട്ടിയ നടപടിയെ കോർപ്പറേഷൻ അധികൃതരും ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ശരിയായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി കമ്മീഷൻ ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ സവിശേഷ അധികാരം ഉപയോഗിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടാൽ വൈഷ്ണയ്ക്ക് മുട്ടട വാർഡിൽ മത്സരിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എന്ന ഉറപ്പായിരുന്നു.